കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ ഈ നാട് ഒരു കാരണവശാലും വർഗീയതയ്ക്ക് അടിമപ്പെട്ടു പോകാൻ പാടില്ല. വർഗീയതയില്ലാത്ത ഒരു നല്ല നാളെയാണ് ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ വർഗീയ കലാപങ്ങൾ കുത്തനെ കുറഞ്ഞു എന്ന് പറഞ്ഞ് ആ സദസ്സിൽ ഏത് രീതിയിലാണോ ഒരു പ്രസ്താവനകളും പ്രസംഗങ്ങളും പരാമർശങ്ങളും നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി പിണറായി വിജയൻ എന്ന ഈ നാടിൻ്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടിയായി രാഷ്ട്രീയം പറയുകയാണ് സതീശൻ. ഒരു രാഷ്ട്രീയ വേദിയല്ല അത് എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നിട്ടും കാറിൽ കയറ്റി കൊണ്ടുപോയ പിണറായി വിജയൻ കാറിൽ കയറ്റി കൊണ്ടുപോയ SNDP യോഗത്തിന്റെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിഷയങ്ങളെ ഇങ്ങനെ വലിയ രീതിയിൽ പരാമർശിച്ചുകൊണ്ടാണ് ആ വലിയ സദസ്സിന്റെ അന്തസത്തെ സതീശൻ മാറ്റിമറിച്ചത് എന്നുള്ളതാണ്. നമുക്ക് ആര് വേണമെങ്കിലും കാറിൽ കയറ്റാം, പക്ഷെ കാറിൽ കയറ്റുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കണമെന്നും ഒരു കാരണവശാലും വർഗീയവാദികളുമായി സന്ധി ചേരരുത് എന്ന് അവസാനം ഒരു പേരിനൊരു പരാമർശവും കൂടി ചേർത്ത് വെച്ച് സതീശൻ പറഞ്ഞെടുത്ത് A.P. അബൂബക്കർ മുസ്ലിയാരുടെ കൃത്യമായ മറുപടിയും കൂടി ഉസ്താദ് കൊടുത്തു. എന്തായിരുന്നു അത്? ഈ സദസ്സ് രാഷ്ട്രീയ പ്രസ്താവനകൾക്കും പരാമർശങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ആര് ശ്രമിച്ചാലും അത് തീർത്തും അവഗണന അർഹിക്കുന്ന വിഷയം എന്ന രീതിയിൽ ഉസ്താദ് പറഞ്ഞു വെക്കുമ്പോൾ VD സതീശിന്റെ മുഖത്തിനിട്ടുള്ള ഒരടി കൂടിയായി മാറുകയാണത്. VD സതീശൻ എന്തും എവിടെയും എപ്പോഴും പറയാൻ അദ്ദേഹം എടുക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. സതീശൻ എന്തുമാവാം. സതീശൻ ഇങ്ങനെ നിന്ന് ചാഞ്ഞും ചെരിഞ്ഞും കയ്യുമൊക്കെ എടുത്ത് വലിയ പ്രസ്താവന നടത്തുന്നത് പോലെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും അതിന് ചുവട് പിടിച്ചുണ്ടാവുന്നില്ല എന്ന നഗ്ന സത്യം ഈ രാഷ്ട്രീയ കേരളത്തിൽ തെളിഞ്ഞു വന്നത് എത്ര തവണയാണ്. അദ്ദേഹം ഇങ്ങനെ നിന്നതൊരു വലിയ കേഡർ പാർട്ടിയാണ് എന്നുള്ള രൂപേണ ഇങ്ങനെ കാര്യങ്ങൾ പറയും. അതിൻ്റെ ചുവട് പിടിച്ച് ഒരു നേതാക്കളും വരാറുമില്ല. സതീശൻ പറഞ്ഞതിനെ തള്ളിപ്പറയുന്ന നേതാക്കളെ പോലും ഒന്നിരുട്ടി വെളുക്കും മുമ്പ് നമ്മൾ എത്ര തവണ കണ്ടതാണ്. സതീശൻ ഏതോ ഒരു മായാലോകത്തിരുന്നിങ്ങനെ ഒരു കേഡർ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയും തോന്നിയിട്ടുണ്ട്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയക്കാരൻ്റെ നിലപാടില്ലായ്മയുടെ മറ്റൊരു വേദി കൂടിയായിരുന്നു ആ വലിയ യാത്രയുടെ അവസാനം അന്ന് നമ്മൾ കണ്ടത്. ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതല്ല അവിടെ നമ്മൾ കണ്ടത്. അബൂബക്കർ മുസ്ലിയാരെ പോലെ കേരളത്തിന് വലിയ മാതൃകയായി ജനാധിപത്യത്തിന്റെ കാവലാളെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞ 90 കഴിഞ്ഞ ആ മനുഷ്യൻ നയിച്ചു കൊണ്ടുവന്ന് സമാപനത്തിലേക്ക് എത്തിച്ച ആ വലിയ യാത്രയുടെ വേദിയിൽ പക്കാ രാഷ്ട്രീയം വിളമ്പുന്ന സതീശൻ, ഇലയറിയാതെ ഭക്ഷണം വിളമ്പുക എന്ന് കേരളത്തിന്റെ ഒരു പ്രയോഗമുണ്ടല്ലോ, അതുപോലെ എവിടെ എന്ത് ചെയ്യണമെന്നറിയാത്ത സതീശൻ ആ സദസ്സിന്റെ മുഴുവനും മുമ്പിൽ ഒരു കോമാളിയായി പോയി എന്നുള്ളതാണ്. ആ വിഷയത്തിന് ശേഷം ഈ കേരള മണ്ണ് മുഴുവനും സതീശനെ വലിയ രീതിയിൽ തേച്ചു വലിച്ചു കീറി ഒട്ടിക്കുന്നത് ഒരു പ്രതിപക്ഷത്തോടുള്ള ശക്തമായ എതിർപ്പ് കൊണ്ടല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു നിലപാടില്ലായ്മയുടെ മുഖമായി ആൾരൂപമായി സതീശൻ മാറുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കേരള യാത്രയുടെ സമാപന ചടങ്ങ് എന്നുള്ളതാണ്. എന്ത് കൃത്യമായാണ് മുഖ്യമന്ത്രി ആ വിഷയത്തെ സമീപിച്ചത്. ഈ നാടിൽ അബൂബക്കർ മുസ്ലിയാരെ പോലെ കേരള യാത്ര നയിച്ചെത്തിയ ഒരു വലിയ സദസ്സിൽ, ആത്മീയമായ ഒരു തേജസ് കൂടി ഉൾക്കൊള്ളുന്ന ആ സദസ്സിൽ അബൂബക്കർ മുസ്ലിയാരിന്റെ ദർശനങ്ങളെ ചേർത്ത് വെച്ച് വർഗീയതയില്ലാത്ത മതേതരത്വത്തിന്റെ ഒരു വലിയ കേരളത്തെക്കുറിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ഒരു ഇൻസിഡന്റിനെ എടുത്ത് സതീശൻ പരാമർശിച്ചതോടുകൂടി സ്വയം വിലയില്ലാത്ത ഒരാളായി പോയി എന്നുള്ളതാണ്. സ്വയം വിലയില്ലാത്ത ഒരാളായി പോയി സതീശൻ. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. സതീശൻ അവിടെയല്ല അത് പറയേണ്ടിയിരുന്നത്. കിട്ടുന്ന അവസരത്തിൽ മുഴുവനും ഞങ്ങൾ കടന്നാക്രമിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഈ സർക്കാരിനെ വിമർശിക്കാൻ
ഒന്നും കിട്ടുന്നില്ല, കിട്ടുന്നത് ഞങ്ങൾ ഇനിയുള്ള 3 മാസം ഈ നാടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള ഒരു ധാരണയുടെ മറ്റൊരു രൂപം കൂടിയാണ് സതീശനിൽ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ കണ്ടത് എന്നും നമുക്ക് നിസ്സംശയം പറയാം.